നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വളരെയധികം വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ ആ ഒരു വിശ്വാസം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളിലെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി അതിൽ നിങ്ങൾ വിജയിച്ച് നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ പല ആളുകളും നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കാം. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നടപ്പിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളോടൊപ്പം ചേർന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ഒരു വീട് വാങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു സമൃദ്ധി നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതിലൂടെ വളരെയധികം സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ഏത് വിധേനയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി മറ്റു പല വഴികളിൽ കൂടിയും തിരികെ നമ്മളിലേക്കും വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൽ എപ്പോഴും നല്ലത് കൊണ്ട് നൽകുന്നതാണ്. അപ്പോഴിവിടെ നിങ്ങളിലേക്ക് സാമ്പത്തിക സമൃദ്ധി വന്ന് ചേരുന്നുണ്ട്. ആ ഒരു സാമ്പത്തികം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതിലൂടെ ഒരു സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഏതൊരു അവസരവും പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ഈ ഒരു സമയം ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്കും പകർന്നു കൊടുക്കാനായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ സാമ്പത്തികമായാലും സ്നേഹമായാലും സന്തോഷമായാലും അതേപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എന്ത് സഹായവും നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താലും നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി മറ്റ് പല വഴികളിൽ കൂടിയും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങളിലുള്ള ഒരു കഴിവ് പ്രയോജനപ്പെടുത്തി സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് വിജയിച്ചാൽ ആ ഒരു വിജയം ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് നിലനിർത്തി പോവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു വിജയത്തെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു സമയം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ ചെന്ന് അകപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേർന്നാൽ അവിടെ ക്ഷമയോടെ ഇരിക്കാനും എന്ത് കാര്യം പറയുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് ആലോചിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോഴൊരു ഏകാന്തത വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതായത്
നിലവിലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമാധാനവും നിങ്ങളുടെ മാനസിക ശക്തിയുമൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒരു ഏകാന്തത നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിങ്ങളുടെ സാഹചര്യത്തെ, നിങ്ങളുടെ മാനസികാവസ്ഥയെയൊക്കെ നിങ്ങൾ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിലേക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത വന്ന് ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു ജോലി നിങ്ങളെ തേടി എത്തുന്നതാവാം. എന്തായാലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് സാധ്യമാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ പഴയകാല ജീവിതത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില ഓർമ്മകളിൽ നിന്നും പലരും ഒരു മോചനം നേടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലരുടെയും ജീവിതം പുതിയൊരു തുടക്കത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട്. പലർക്കും വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.